വയനാടിന് പോലും ഇല്ല. മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര നിരാശ ആവേണ്ട ഒരു ബഡ്ജറ്റ് ഇതിനു മുമ്പുണ്ടായില്ല. ഇവരുടെ ബഡ്ജറ്റിൽ തന്നെ ഇതിനു മുമ്പുള്ള ഒന്നും ഇത്ര നിരാശയായിരുന്നില്ല. കേരളം എന്നത് അവരുടെ ചിന്തയിലില്ല, അവരെ മനസ്സുമില്ല, അവരെ ഭൂപടത്തിലുമില്ല. കേരളം ഒരു പരിപൂർണ അവഗണന തന്നെ. രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയ ദുരന്തം ഉണ്ടായിട്ട് പോലും ഒരു 10 പൈസ അവർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതിന് ശേഷം വരുന്ന ഫസ്റ്റ് ബഡ്ജറ്റിലെങ്കിലും എന്തെങ്കിലുമൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. ഇതോടുകൂടി ഉറപ്പിക്കാം, കേരളത്തിനെ അവർ പൂർണ്ണമായും അവഗണിക്കുകയാണ് എന്നുള്ളത്. തന്നെ ബീഹാറിന് വലിയ പരിഗണനയുണ്ട്, ഒരു രാഷ്ട്രീയപരമായ ഒരു ലക്ഷ്യം തന്നെയായി. അതേ ഉള്ളൂ. എലക്ഷൻ വരാൻ സാധ്യതയുള്ളവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ഗുണം കാണുന്നിടത്ത് അവിടെ മാത്രം കൊടുക്കുക എന്നുള്ള നയമാണ്. ഇന്ത്യയെ ഒരുപോലെ കാണാത്ത ഒരു ബഡ്ജറ്റ്, കേരളത്തെ തീർത്തും അവഗണിച്ച ബഡ്ജറ്റ്. അതാണ് ഈ ബഡ്ജറ്റ്. അതിനുശേഷമാണ് വലിയ അവഗണന തുടങ്ങിയത്. BJPക്ക് ഒരു പാർലമെന്റ് മെമ്പറും അത് ഒരു മന്ത്രിയും ആയ ശേഷമാണ് കേരളത്തോടുള്ള ഏറ്റവും വലിയ അവഗണന തുടങ്ങിയത്. ആയ മന്ത്രിയോടൊരു എന്തോ ദേഷ്യമുള്ള പോലെയാണ്. കാരണം അതിന് മുമ്പ് കിട്ടിയിരുന്നത് പോലും ഇപ്പോൾ കിട്ടാതായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ അവർ ഇന്ത്യയുടെ പരിഗണിക്കേണ്ട ഒരു സ്റ്റേറ്റായി കാണുന്നില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഒരു കാര്യം തീർച്ചയാണ്, മൻമോഹൻ സിംഗ് ഇരുന്ന കാലം ഇപ്പോൾ ആളുകൾ ഓർത്തു പോകും. കേരളത്തിൽ എത്രയോ മന്ത്രിമാർ, അതേപോലെ തന്നെ വലിയ പരിഗണന. ആ കാലമൊക്കെ പോയി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശൂന്യമായ ഒരു സ്ഥിതിയാണ്. വലിയ അപകടകരമായ ഒരു പ്രവണതയാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അർഹിക്കുന്നത് ആ സ്റ്റേറ്റ് കൊടുക്കേണ്ടതാണ്. നേടിയെടുക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിനൊട്ട് സാധിക്കുന്നുമില്ല. അതാണ് വേറെ ഒന്ന്. UDF ഗവൺമെൻറ് ആയപ്പോൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്, ഇവരെ കൊണ്ടിപ്പോൾ കഴിയുന്നുമില്ല. ജനങ്ങൾ സഫർ ചെയ്യാണ്. വയനാട് പുനരധിവാസം അവസാന പ്രതീക്ഷയായിരുന്നു ഈ ബജറ്റ് എന്നുള്ളത്. നേരത്തെ തന്നെ ഈ അവഗണന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബജറ്റിൽ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും അതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് ബഡ്ജറ്റാണ്. അതിൽ പ്രഖ്യാപിക്കുന്നു, അതിലുമില്ല. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ 50% പകുതിയാക്കി വെട്ടിച്ചിരിക്കുകയാണ്. അതെ, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആ പദ്ധതികളോടും കാര്യങ്ങളോടും ഒക്കെ ഉള്ള ഒരു സമീപനമാണ്. മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ അന്നത്തെ പുരോഗമന ഗവൺമെൻറ്റാണ് ഇന്ത്യയിലെ അവശ്യ ന്യൂനപക്ഷ ജനതകൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ കൊണ്ടുവന്നത്. അതൊന്നും കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റി അല്ല എന്നാണ് ആ ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത്.